കൊടിയും തൂക്കി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കുറെ നേരം ഇങ്ങനെ നിന്നു. അവിടുത്തെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ വന്നിട്ടുണ്ടായിരിക്കില്ല, നമ്മൾ അടിപിടി കണ്ടു. പിന്നെ അതേപോലെ തന്നെ റോഡില് ടൂറിസ്റ്റുകാർക്ക് നേരെ മുണ്ട് കൊണ്ടുപോയി, അതേപോലെ തന്നെ അധിക്ഷേപിച്ചു, അപമാനിച്ചു. പിന്നെ ഏകദേശം 6-6:30 വരെ ഇപ്പം ഇവിടുന്ന് പോണ ആ സമയം വരെ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ വാഹനങ്ങളുടെ കാര്യം, അതിൻ്റെ ഡ്രൈവർമാരുടെ കാര്യം, ഇപ്പോൾ ഡ്രൈവർമാരാണെങ്കിൽ ടാക്സിയിലാണെങ്കിൽ ഇല്ല പ്രൈവറ്റിലാണെങ്കിൽ അവരെയൊക്കെ ഓരോ ചിന്തകൾ ഏത് രീതിയിലൂടെയും പോകുന്നുണ്ടാവുക. പണക്കാരനോ പാവപ്പെട്ടവനോ എന്നല്ല കേട്ടോ, സാധാരണ മനുഷ്യന്മാരെ ഒക്കെ. സുഹൃത്തുക്കളെ നമസ്കാരം. ഇപ്പൊ നമ്മളെ ഉമ്മനഴിന്ന് വരുന്ന വരവാണ്. 3:45 ഒരു ഓട്ടം കിട്ടി. ഇപ്പോ എന്തോ അതൊക്കെ പിന്നെ പറയാം. അപ്പോഴേ നമ്മളിപ്പോ ആദ്യം തൊട്ട് പറയണമെന്നില്ല, നമ്മുടെ ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ആരും കേൾക്കണില്ല. ഒന്നാമത്തെ കാര്യം അതാണ്, ആരും മനസ്സിലാക്കണില്ല, ആരെയും അറിയണില്ല. ഞാൻ നിങ്ങളുടെ നിങ്ങൾ ഇന്നേലും എന്തൊക്കെയോ നമ്മള് കേൾക്കണു, എന്തൊക്കെയോ നമ്മള് കാണണു. അങ്ങനെ തന്നെ അത് ഒഴിവാക്കണം. അത് അല്ലെങ്കിൽ മറ്റൊരു ചിന്തയിലേക്ക്, ലോകത്തേക്ക് നമ്മുടെ വേറെ ആരൊക്കെ കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല മലയാളികളായ ഒരാൾ പോലും. അപ്പൊ കേരളം വളരെ വളരെ എന്താ പറയാ പിന്നോട്ട്. നമ്മളിപ്പോ ഈ ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ UP-യിലും അതേപോലെ തന്നെ മോദി ഭരിക്കണ നാട്ടിലും യോഗി ആദിത്യനാഥ് ഭരിക്കണ നാട്ടിലൊക്കെ നമ്മള് ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മലയാളികള്, കൊലപാതകം ആയിക്കോട്ടെ, പിന്നെ പെണ്ണ് കേസ് ആയിക്കോട്ടെ, പീഡന കേസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒക്കെ മറ്റൊരാള് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പിന്നെ കേരളത്തെ വെറുക്കപ്പെടുത്തണം എന്നുള്ളൊരു അവസ്ഥയാണ്. ഇതാണ് മലയാളിയുടെ സംസ്കാരം. ചിലപ്പോ നാളെ ഞാനായിരിക്കും, എനിക്കൊരവസ്ഥ വരുവേ. അപ്പൊ തുടക്കത്തിൽ ഇപ്പോ എല്ലാരും വലിയ വലിയ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ എന്താ പറയാ വൈറലാവണത്. ഇത് ആദ്യം നല്ല ആൾക്കാരാണെന്ന് കരുതും, പിന്നീട് അവരെ നമ്മൾ പുകഴ്ത്താൻ തുടങ്ങും, പിന്നീട് അവർക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ചെറിയൊരു പേര് വന്ന പിന്നെ ആ എടുത്തതും പറഞ്ഞതും എല്ലാതും തിരിച്ച് നേരെ മറ്റുള്ള അങ്ങോട്ട് പറയും. അത് എന്താന്നുള്ളത് മലയാളിയുടെ പ്രത്യേക സ്വഭാവമാണത്. എന്താണ് പിന്നെ അതേപോലെ തന്നെ ദേഷ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ന്യൂ ഇയറിന് ഏതോ ഒരു പോലീസുകാരൻ ഏതോ ഒരു SFI പ്രവർത്തകനെ മർദ്ദിച്ചതിന്റെ പേരില് നമ്മൾ അടിപിടി കണ്ടു. പിന്നെ അതേപോലെ തന്നെ റോഡില് ടൂറിസ്റ്റുകാർക്ക് നേരെ മുണ്ട് കൊണ്ടുപോയി, അതേപോലെ തന്നെ അധിക്ഷേപിച്ചു, അപമാനിച്ചു. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വിദ്യാഭ്യാസേ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോ ഓരോ രീതിയില് മറ്റുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും, അതായത് മനസ്സിലാക്കി കൊടുക്കും നമ്മളത്. ഞങ്ങളെ നാടിന്റെ സംസ്കാരം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ തെളിവുകള് നമ്മൾ പറഞ്ഞിട്ട് ഇല്ലെങ്കിലും നമ്മുടെ അതായത് നമ്മുടെ അടുത്തുള്ള വീഡിയോ ഫോണ് എന്തായാലും അതിന് മറുപടി പറയില്ലേ. അപ്പോ ഈ പിന്നെ നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് എന്നുള്ളത് അതിപ്പോ ഓരോ വിധത്തില്. അപ്പോ അവിടെ നിങ്ങൾ വരുമ്പോ നിങ്ങള് നമ്മുടെ ഈ ഇപ്പൊ കാണുന്ന ഇടതുവശത്തും വലതുവശത്തും ഉള്ള ചെങ്കൊടി CPM-ന്റെ സമ്മേളനം ഇന്നലെ കോങ്ങാടും മിഞ്ഞാന്ന് കോങ്ങാടും
ഇന്നലെ മണ്ണാർക്കാട് ഉണ്ടായിരുന്നു. നമ്മുടെ ഗോവിന്ദൻ മാഷ് വന്നിട്ട് കുറെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. ആൾക്കാര് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാട് നീളെ എന്താ പറയാ സന്ദേശ പ്രചരണ യാത്ര നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ് എനിക്കറിയില്ല. പിന്നെ അവര് പറയണതൊക്കെ അവർക്ക് തന്നെ ശരി എന്നുള്ളതായിരിക്കും. അത് കേൾക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. ഞാൻ പോണെന്ന് കരുതിയതാണ്, പോകാൻ പറ്റിയില്ല. പക്ഷെ ഈ എന്താണ് വികസന യാത്ര എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണ് വികസിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അവിടെ അടിയും പൂത്തും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോ എന്തോ അവര് ഈ പാർട്ടി ചെയ്യണത് എന്താന്ന് അവർക്ക് പോലും അറിയില്ല. ശരിക്കും അതാണ്. ഒന്നുകിൽ അവരുടെ ചിലപ്പോ അവസാനത്തെ കൊടിയാവും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തലയിൽ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അവസാനത്തെ ഒരു ഇത് തന്നെയാവും. ഇനിയിപ്പോ ഇന്ന് മണ്ണാർക്കാട് നമ്മുടെ VD സതീശൻ യൂത്ത് കോൺഗ്രസിന്റെ അതായത് നാടിനെ ഉണർത്താൻ ഒരു സന്ദേശയാത്ര. അപ്പോ പിന്നെ ഇവിടെ കൊടു ബിൽഡിങ്ങിന്റെ ഇടയിലായിരുന്നു CPM-ന്റെ പരിപാടി. ഗോവിന്ദൻ മാഷ് വന്ന് പ്രസംഗിച്ച സ്ഥലം. ഇന്ന് കോൺഗ്രസിന് മറ്റൊരു സ്ഥലമാണ്. അത് നമ്മുടെ നെല്ലിപ്പുഴയിലുള്ളൊരു ഗ്രൗണ്ടിലാണ്. അപ്പോ അവിടേക്ക് കൊണ്ടുവരുന്ന, അതായത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ചെയറുകൾ തന്നെയാണ് ഈ VD സതീശന്റെ പരിപാടിക്കും ഉള്ളത്. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ നീല കസേരകള്, അല്ലെങ്കിൽ ഇളം കളർന്ന് കിടന്ന കസേരകളൊക്കെ. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാലേ, അവിടെ പോയ കസേരകള് ഇവിടുത്തെ പരിപാടിക്കും വന്നു. ഇവിടുത്തെ ഈ പരിപാടിക്ക് നിന്ന് ഇരുന്ന കസേരകള് മറ്റൊരു പരിപാടിയിലും ഇതേപോലെ. അപ്പൊ അവർക്ക് ആ കസേരകൾക്ക് എന്തൊക്കെ പറയാനുണ്ടാവും എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത്രയും പറയാനില്ലാത്ത നമ്മളൊക്കെ ഇങ്ങനെ നാടുകളെ പ്രസംഗിച്ചിട്ടും സന്ദേശ പ്രചരണം നടത്തിയിട്ടൊക്കെ ആദ്യം നമ്മള് മലയാളികളായ നമ്മളെ ഒരുമിപ്പിക്കാനല്ല ഇവര് പഠിപ്പിക്കുന്നത്. അതില് രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, അതിലെല്ലാം ഉണ്ട്. ഞാൻ ഇന്റേതായ ഒരു കൺസെപ്റ്റ് പറയാട്ടോ. ഞാൻ ഒരിക്കലും ഒരു ആളെ പറ്റി പറയല്ല. നമ്മുടെ നാടിന്റെ ഒരു പോക്ക് ചിന്തിക്കുമ്പോ ഞാൻ തന്നെ ഇപ്പൊ മെല്ലെ പോവാണ്. ഞാൻ ശരിക്കും പേടിയും കൊണ്ടല്ല. ഇനിയിപ്പോ നമ്മൾ സ്പീഡ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാല് കുറ്റം പറയാൻ ആളുകള് ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നൊരാള്, ഞാൻ എന്നും പറയാറുണ്ട്, നമ്മളൊക്കെ ഒരാള് വീഴാൻ വേണ്ടി കാത്തു നിൽക്കാണ്. അങ്ങനത്തെ ലോകാണ്. വീണ് കഴിഞ്ഞിട്ട് വേണം അതിന്റെ മുകളിലൂടെ ചവിട്ടി പോവാന്. അതിപ്പോ കോൺഗ്രസിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഏതോ ഒരു വേദിയിൽ വെച്ചിട്ട് ഷാഫി പറമ്പില് ഒരാളെ ഉന്തി മാറ്റുന്നുണ്ട്. അപ്പോ എത്രത്തോളം എന്താ പറയാ ഈ കടിപിടി രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തില് തന്നെ കടിപിടി കൂടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ എങ്ങനെയാണ് ഈ കേരളം നന്നാവുക? കാരണം നാട് നന്നാക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ ആയാല് അത് പിന്നെ ആളുകൾ എങ്ങനെ ഏറ്റെടുക്കും? ഇനിയിപ്പോ ഞാൻ എന്നും പറയണമെന്ന് ആഗ്രഹിച്ചതും അത് തന്നെയാണ്. ഇനിയിപ്പോ വരാൻ പോണത് ഇതിലേക്കാട്ടും വലിയ എന്താ പറയാ ദുരന്താവും. കാരണം ഇനി ഭരണത്തിൽ വരുന്നത് ആരായിരിക്കും എന്നുള്ളത് അത് ജനങ്ങളാണ് ശരിക്കും തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്തിനും എന്താണെന്ന് അറിയോ, പണമാണ് വലുത്. പണം കൊടുത്തു കഴിഞ്ഞാലേ ഇപ്പോ എന്തും കിട്ടും, എന്തും ചെയ്യും ചെയ്യാം, ആരും ചോദിക്കില്ല. ഇവിടെ നിയമത്തിന് ശരിക്കും പറയാൻ പാടില്ല, എന്നാലും അതിന്റെ വിലയാണ്, തീട്ടത്തിന്റെ വില. അതെന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാരണം നമ്മളൊക്കെ മലയാളികൾ എപ്പോഴും പോയാൽ പറയും സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങിയാൽ മതി, സമാധാനത്തോടു കൂടി ഒന്ന് മരിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ഈ സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ അലഞ്ഞു നടക്കണത്. അതിപ്പോ ജോലി ആയിക്കോട്ടെ, യാത്ര ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ ക്ഷമ കാണിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത്രേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നറിയാം. ഞാന് ശരിക്കും ഇപ്പോഴാണ് പഠിച്ച് തുടങ്ങണം കേട്ടോ. അതിന്റെ എന്താ പറയാ തെറ്റല്ല, അതിന്റെ അനുഭവങ്ങൾ ഏകദേശം ഇത്രത്തോളം എന്താ പറയാ നീണ്ടു പോയതുകൊണ്ടാണ്.
അപ്പൊ നമുക്കിനി എന്താ മണ്ണാർക്കാടത്തെ പിന്നെ വി.ഡി. സതീശനും അവരൊക്കെ വന്നിട്ട് പ്രസംഗിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ കുറച്ചു നേരം പരിപാടി കാണാം. പക്ഷെ നമ്മളെ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. അവർക്ക് ഓരോ കാര്യത്തിലും, രാഷ്ട്രീയത്തിന്റെ കാര്യം തന്നെ പറയാം, ഓരോ കാര്യത്തിലും അവരുടെ കയ്യില് പൈസ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ജനങ്ങള് 5 പൈസ കയ്യിലില്ലാതെ ഇതേപോലെ ഇങ്ങനെ നടക്കുമ്പോ, അല്ലെങ്കിൽ അവര് പിന്നെന്താ പറയാ യാത്ര ചെയ്യുമ്പോ ഇവരൊക്കെ എന്താണ് കാരണം ഈ ക്ഷേമ പെൻഷന്റെ കാര്യം തന്നെ പറയാത്രേ. തമിഴ്നാട്ടില് 5000 രൂപ എത്ര പെൻഷൻ, അപ്പോ ഇവിടെ 1000 രൂപ പോലും ഇല്ലാന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്, ഈ സർക്കാര് നമ്മളെ എത്രത്തോളം പറ്റിക്കുന്നുണ്ട് എന്നുള്ളത്. പറ്റിക്കുക മാത്രമല്ല, ഈ മറ്റേ എല്ലാ പാർട്ടിയും ആരൊപ്പം നിൽക്കും എന്നുള്ള രീതിയിലുള്ള മത്സരമാണ് ഇവിടെ. എന്നിട്ട് ഇവരൊന്നും ചെയ്യണമില്ല. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പോ റോഡിന്റെ കാര്യം തന്നെ പറയാം നമുക്ക്. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആക്സിഡന്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഒരു 10, 15, 20 ഒക്കെയാണ് അധികം വരുന്നത്. അപ്പൊ അത് ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രമല്ല, അത് അറിവില്ലായ്മയും കൊണ്ടും അല്ല. അത് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതാണ് സംഭവം. എനിക്ക് ഞാനിപ്പോ ലൈൻ ട്രാഫിക് തെറ്റിക്കാതെ ശരിക്കും പോകണം. നമ്മുടെ ചെറിയ വാഹനമാണെങ്കിൽ നമ്മളാ വലിപ്പത്തിന്റെ ഇതിനനുസരിച്ചിട്ട് നമ്മള് ആ റോഡിന്റെ ലൈൻ ട്രാഫിക്കിലൂടെ പോകണം. അത് റോഡിന്റെ വീതിക്ക് അനുസരിച്ചിട്ട്. അപ്പൊ ഞാന് ആ റൂൾസ് എനിക്ക് വയ്യ, വേണമെങ്കിൽ അവര് ബാക്കിൽ വരുന്ന വണ്ടികൾ എങ്ങനെയും വന്നോട്ടെ എന്ന് കരുതി കഴിഞ്ഞാലാണ് ഇതുപോലുള്ള അപകടങ്ങളും അല്ലെങ്കിൽ വഴക്കും വക്കാണൊക്കെ ശരിക്കും ഉണ്ടാവാറ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നില്ല. അത് ഞാൻ എന്റെ കാര്യവും പറയാട്ടോ, ഞാൻ ഇപ്പൊ നിങ്ങളെ കാര്യം മാത്രം ഇതാക്കി പറയല്ല, അങ്ങനെയും കൂടി ഉണ്ടല്ലോ ഇതില്. എന്തായാലും നമ്മളൊന്നും എന്നും പറയണ പോലെ തന്നെ, കാരണം വേറൊന്നും പറയാൻ കിട്ടുന്നില്ല, വേറെ പുതിയ കാര്യങ്ങള് ഒന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം വാർത്ത തുറന്നാല് അവിടെ പീഡിപ്പിച്ചു, ഇവിടെ പീഡിപ്പിച്ചു, അല്ല അവിടെ വെട്ടിക്കൊന്നു, മകൻ അമ്മേനെ കൊന്നു, അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊന്നു, അച്ഛൻ മകനെ കൊന്നു, പല ഈ കൊന്നു അല്ലെങ്കിൽ പീഡിപ്പിച്ചു. ഒരു വാർത്താ ചാനല് രാവിലെ തുറന്ന ഇതാണ് പറയാ, ഇതല്ലാതെ വേറെ ഒന്നും പറയാല്ല. അവര് ഭക്ഷണം കഴിക്കാതെ ചിലപ്പോ ഉറക്കല്ലാതെ അവര് കഥ എഴുതി ഉണ്ടാവുന്ന ആൾക്കാരാവും. ഇതൊന്നും അല്ല ശരിക്കും ധർമ്മം. അല്ല, ഞാന് പറയണെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു അവസ്ഥയെ കൊണ്ട് പറയാണ്, അല്ലാതെ ഇപ്പൊ അതിപ്പോ വാർത്തകൾ വായിക്കണ്ടെന്നോ വാർത്തകൾ പറയണ്ടെന്നോ അല്ല. പക്ഷെ 24 മണിക്കൂറും ഈ വ്യഭിചാര വാർത്തകളും മോഷണ കഥകളും പീഡന കഥകളും എന്താ പറയാ വെട്ടിക്കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ആൾക്കാർക്ക് ഇത് ക്ഷമല്ലാതെയാണ്. അപ്പൊ അവര് അങ്ങനെ ആവുകയാണ്. നമ്മുടെ മണ്ണാർക്കാട് എത്തി. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 മണിക്ക് എത്തിയതാണ്. 4:45 എത്തിയിരുന്നു, ഏകദേശം 5 മണി. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു.
5 മണിക്കാണ് ഇവിടെ വരിക എന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാർട്ടിയിലത്തെ ആൾക്കാരെ അടുത്തും ഇനി പുറത്തുനിന്ന് കാണാൻ വരുന്ന ആൾക്കാരുടെ അടുത്തും. അങ്ങനെയാണ് ഇവിടെ ഫ്ലെക്സ് ബോർഡിലും അതേപോലെ കൊടികളിലും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 6-6:30. ഇപ്പോൾ ആളുകൾ വളരെ കമ്മിയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറേ നേരം ഇവിടെ നമ്മുടെ മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ ഇപ്പോൾ എന്ത് പരിപാടിയാണെങ്കിലും മണ്ണാർക്കാടിൽ നിന്ന് തുടങ്ങുന്നത് ആ നെല്ലിപ്പുഴയിൽ വെച്ചിട്ടാണ്. അത് പണ്ട് കാലത്തേ ഉള്ളൊരു ആചാരമാണ് മണ്ണാർക്കാടിൻ്റെ. അപ്പോൾ ഇവിടെ മണ്ണാർക്കാടിൻ്റെ ആ ജംഗ്ഷനിൽ ഇങ്ങനെ നിന്നിട്ട് കുറേ നേരം ഞാൻ പിന്നെ എന്താ പറയുക, വാഹനങ്ങൾ പോണത് ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം പിന്നെ കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ നിൽക്കും, കുറച്ച് നേരം അപ്പുറത്ത് പോയിക്കും, നെല്ലിപ്പുഴ പാലത്ത് പോയിക്കും, കുറച്ച് പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ മാറിക്കും. അങ്ങനെ കുറേ നേരം പ്രത്യേകിച്ച് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ കാര്യം, നമ്മുടെ റോഡിൻ്റെ അവസ്ഥയും കൂടിയാണ് ഇതിൽ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കൃത്യനിഷ്ഠമില്ലാതെ ഇരിക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യം തന്നെ ഏറ്റവും ഗുണകരമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്താ പറയുക ക്ഷമ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ട്രാഫിക് ലൈന് ആരും ശ്രദ്ധിച്ചിട്ട് പോകുന്നില്ല. ഒക്കെ എന്താ പറയുക തോന്നുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒക്കെ തോന്നിയ പോലെയാണ് ഇവിടെ ഡ്രൈവിങ് ചെയ്യുന്നത്. അത് വലിയ വാഹനങ്ങളുണ്ട്, ചെറിയ വാഹനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇവരെന്താണ് ഇങ്ങനെ ഏത് രീതിയിൽ നമ്മൾ പിന്നെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എന്ത് പിന്നെ ഇത് വീഡിയോ ആയാലും മോട്ടിവേഷനായാലും ബോധവൽക്കരണമായാലും എന്തായാലും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്ന ആൾക്കാരെയും കൂടിയും ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ശരിക്കും ഓരോ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഏകദേശം 6-6:30 വരെ ഇപ്പോൾ ഇവിടുന്ന് പോണ ആ സമയം വരെ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ വാഹനങ്ങളുടെ കാര്യം, അതിലത്തെ ഡ്രൈവർമാരുടെ കാര്യം, ഇപ്പോൾ ഡ്രൈവർമാരാണെങ്കിൽ ടാക്സിയിലാണെങ്കിൽ ഇല്ല പ്രൈവറ്റിലാണെങ്കിൽ അവരെയൊക്കെ ഓരോ ചിന്തകൾ ഏത് രീതിയിലൂടെയും പോകുന്നുണ്ടാവുക. പണക്കാരനോ പാവപ്പെട്ടവനോ എന്നല്ല കേട്ടോ, സാധാരണ മനുഷ്യന്മാരെ ഒക്കെ ഉള്ള ചില KSRTC ബസ്സിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, കേരളം നന്നാവും, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, വികസനം വരും എന്നുള്ള ഓരോ എന്താ പറയുക ആൾക്കാരെ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ വലിയ വചനം പറയല്ല. അപ്പോൾ ഈ VD സതീശൻ ഏകദേശം 5 മണിക്ക് വരാമെന്നും ഇവിടുന്ന് ഏകദേശം ഒരു 7 മണിക്ക് പോവാമെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്ലാൻ ഉണ്ടായിരിക്കുക. അപ്പോൾ പ്ലാനൊക്കെ ആകെ തെറ്റി. ഇപ്പോൾ ശരിക്കും എന്താ പറയുക 6-6:30 മണിയായി. ഇനിയും ഇതുവരെയായിട്ടും ആളെ കാണാനില്ല. പാർട്ടി പ്രവർത്തകർ ആകെ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് 7 മണിക്ക് വരും, 8 മണിക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണോ ഇനി കോൺഗ്രസും കൂടി പോണത്? കാരണം ഇന്നലെ നമ്മുടെ മണ്ണാർക്കാടിൻ്റെ പരിപാടിയാണ്, ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ ശരിക്കും ഇവർ ജനങ്ങളെ എന്താ പറയുക എല്ലാ പാർട്ടിക്കാരും കൂടിയിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണോ? അതാണിപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഒരു കൃത്യനിഷ്ഠ ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാർട്ടിക്കും ഇപ്പോൾ കൃത്യനിഷ്ഠ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയാൽ ഇപ്പോൾ CPMൻ്റെ പരിപാടിക്ക് ഇവിടെ ഒരുപാട് ഏകദേശം ഒരു 10,000-2,000-3,000 ആൾക്കാർ ഉണ്ടായിരിക്കും, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കാം. അത്രയും കൂടി ആൾക്കാരില്ല ഇപ്പോൾ ഇവിടെ തുടങ്ങുന്ന സമയം തന്നെ. ഒക്കെ എന്താ പറയുക ഓരോ ആവശ്യങ്ങൾക്ക് വന്നതായിരിക്കാം. ശരി, പാർട്ടി പരിപാടിയാണെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കണ്ടിട്ട് എന്താണ് പറയണത് ഏതൊരു പാർട്ടിയാണെങ്കിലും. പക്ഷേ വേറെ ഒരു കാര്യം കൂടി ഞാൻ തറപ്പിച്ച് പറയാം. ഇത് കോൺഗ്രസിൻ്റെ പരിപാടിയാണ്. അപ്പോൾ CPMൻ്റെ പരിപാടി ഇന്നലെ ആയിരുന്നു. അപ്പോൾ CPMൻ്റെ പരിപാടിക്ക് ഉള്ള ആൾക്കാർ CPMൻ്റെ ആൾക്കാർ മാത്രം ഉണ്ടാവും, കോൺഗ്രസിൻ്റെ പരിപാടിക്ക് കോൺഗ്രസിൻ്റേതായ ആൾക്കാരുണ്ടാവും. അതിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഏത് CPMൻ്റെ ആൾക്കാരുണ്ടാവും, BJPയുടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ മാറിയിട്ട് അവർ ആ സമയത്ത് മാത്രമാണ് എത്തിയായിരിക്കുക എന്താണ് പറയുന്നത് ഏതാണ് പറയുന്നത് എന്നിട്ട് അവർ പറഞ്ഞത് കുറ്റം നോക്കിയിട്ട് സോഷ്യൽ മീഡിയയിലിടും. എന്നിട്ട് അങ്ങനെയുള്ള ഒരു എന്താ പറയുക പരസ്പരം പഴിചാരണ, അല്ലാതെ ഇന്നത് ഞാൻ ശരിയാക്കാം അല്ലെങ്കിൽ ഞാൻ ജനങ്ങളോട് പറഞ്ഞ് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പിന്നെ ശരിയാക്കി തരാമെന്നും ഒരാളും പറയുന്നില്ല ശരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ട എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ VD സതീശൻ അവർകൾ വരും. വന്നു കഴിഞ്ഞാൽ അവരേത് കാര്യങ്ങൾ പറയും, അവരങ്ങനെ പോവും. പിന്നെയും ഇവിടെ കസേരകൾ പിന്നെയും ഇവിടെ ബാക്കിയാവും. അതേപോലെ റോഡിൽ വാഹനങ്ങൾ ബ്ലോക്ക് ഇനി ഇപ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ബ്ലോക്കാവും. അപ്പോൾ എന്തായാലും നമുക്കിനി VD സതീശൻ വന്നിട്ട് അവർ പറഞ്ഞെന്താന്ന് കാണാം. വലിയ എന്താ പറയുക എമർജൻസി വെഹിക്കിളൊക്കെ അധികം ഈ സ്ഥലത്ത് സമയത്തൊക്കെ വരാറ്.
നമ്മൾ അവിടുന്ന് മെല്ലെ അങ്ങോട്ട് പോന്നു. എന്താ പോന്നു എന്ന് പറയാനുള്ള കാരണം അവിടെ നിന്നിട്ട് വെറുതെ സമയം കളയാണ്. കാരണം കൊട്ടിക്കലാശം തുടങ്ങിയ ആളുകള് അവര് എന്താ പറയാ ചെണ്ടമേളം, ചെണ്ടല്ല അപസ്വരമാണ് ശരിക്കത്. അപ്പൊ അത് പിന്നെ തട്ടിയിട്ടും മുട്ടിയിട്ടും ഏകദേശം അവരെ കൈയും കാലും കളഞ്ഞു. 7 മണി വരെ ആർക്കും കാത്തിരിക്കാൻ വയ്യാത്തൊരവസ്ഥയും കൂടി ആയിരുന്നു എന്ന് തോന്നണോ അവിടുത്തെ ആ സിറ്റുവേഷൻ കാണുമ്പോൾ. ട്രാഫിക്കിന്റെ പോലീസുകാർ ഓഫീസർമാര് നല്ലോണം എന്താ പറയാ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരാൾ പോലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിപ്പോ ആദ്യം എന്ന് പറഞ്ഞിട്ട് എന്നും ഇപ്പൊ അവസാനമാവുന്ന പേടി. അപ്പൊ അതുപോലെ എന്തായാലും ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സവിശേഷത നമ്മുടെ മലയാളിക്ക് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്നുള്ളത് ട്രാഫിക്കിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പൊ അവന്റെ പാർട്ടിയുടെ പരിപാടി മിനിഞ്ഞാന്നായിരുന്നു. അപ്പൊ മിനിഞ്ഞാന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ 4 മണിക്ക് ശേഷമാണ് പരിപാടി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ 4 മണിക്ക് ചെന്നപ്പോ കൊടിയും തൂക്കി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കുറെ നേരം ഇങ്ങനെ നിന്നു. അവിടുത്തെ എന്താ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടപ്പോ ഞാൻ വന്നിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ കരുതി. ശരിക്കും ഞാൻ അവിടെ പൊട്ടനായത്. കാരണം പരിപാടി കഴിഞ്ഞ് കൊടിയും കൊണ്ടൊക്കെ ആൾക്കാർ പോകുമ്പോഴാണ് ഞാൻ അന്തപ്പെടുന്നത്. അതൊരു സംശയം കൊണ്ട് വെറുതെ ചോദിച്ചു നോക്കി പരിപാടി കഴിഞ്ഞോ ചോദിച്ചപ്പോ പരിപാടി കഴിഞ്ഞിട്ടല്ലേ കൊടി കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ചമ്മിപ്പോയി. അപ്പോ ആ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഞാൻ സമയം എന്താ പറയാ തെറ്റായിട്ടാണ് വിചാരിച്ചത് എന്ന് അവനോട് പറഞ്ഞപ്പോ അവന് വിശ്വസിക്കുന്നില്ല. അവൻ ഈ പോടാ ഈ പോയി പണിയൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഇല്ലേ ഒരവസ്ഥ. സത്യത്തിൽ ഞാനത് 4 മണിക്ക് ശേഷമാവും എന്ന് കരുതി. എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര ചൂടാണ് ഇപ്പൊ പാലക്കാട്. നല്ല ഏകദേശം ഒരു 3:30-4 മണി വരെ നല്ല പൊള്ളുന്ന ചൂടാണ്. അപ്പൊ ഈ ചൂടത്ത് എന്തായാലും ആരും കാര്യമായിട്ട് വരാനുള്ള സാധ്യത കാണില്ല. അതായത് ഞായറാഴ്ച ആയാലും ഏത് ദിവസമാണെങ്കിലും, അന്ന് ഞായറാഴ്ച ആയിരുന്നു പരിപാടി, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പൊ ഇത് അവനോട് പറഞ്ഞപ്പോ അവന് പിന്നെ എന്താ പറയാ തെറ്റിദ്ധരിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ സത്യമായിട്ട് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് തെറ്റിദ്ധരിക്കാനുള്ളൊരു വാക്കായിട്ടാണ് ഇപ്പൊ അവരെടുക്കുന്നത്. അല്ലാതെ എന്നാ അവൻ പറഞ്ഞത് ശരിയാണ്, ശരി സമ്മതിച്ചു, കുഴപ്പമില്ലാന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവില്ല. അതൊക്കെയാണ് നമ്മുടെ കേരളത്തില് കൂടുതൽ അക്രമവാസന കൂടിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ പരിപാടി പറയുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോ ആരായിരിക്കും ഉണ്ടാവുക. ഇന്നിപ്പോ VD സതീശന് പടക്കം പൊട്ടിക്കുമ്പോ ആ പടക്കം പൊട്ടിക്കുമ്പോ ആണ് VD സതീശന്റെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോ ആ പടക്കം പൊട്ടിക്കൽ കഴിയാതെ ഞാനില്ല, അത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതും പല രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. എന്തോ നമുക്കിപ്പോ ഇതില് ആര് തിരുത്താനും വയ്യ. നമ്മളാണ് ആദ്യം തിരുത്തപ്പെടേണ്ടത്. അത് എല്ലാവരും ആ കാര്യം കൂടിയാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞത്. അപ്പോ തിരുത്തപ്പെടുത്തിയിട്ടും കാര്യമില്ല. കാരണം എല്ലാരും പറഞ്ഞത് ഏത് പാർട്ടി വന്നിട്ട് എന്താണ് ജനങ്ങൾക്ക് പ്രയോജനം എന്ന് ചോദിക്കണത്. അവിടെ ഞാൻ കൂടി നിന്നപ്പോ ഒരാളെടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ അയാൾ നിങ്ങൾ സ്വയം പരിചയപ്പെടുകയായി. അപ്പൊ അയാൾ ഇതേപോലെ ഞാനും പറഞ്ഞു ഇന്നമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞപ്പോ മൂപ്പര് പറയാണ് ഏത് പാർട്ടി വന്നിട്ടും ജനങ്ങൾക്കൊരു എന്താ പറയാ സ്വസ്ഥത ഉണ്ടാവില്ല, അതൊക്കെ ആ കാലം കഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. നമ്മൾ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നും അറിയാത്തൊരു ജീവിതത്തിൽ എവിടെ പോവുക. ഇനി കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം എന്നും ഉണ്ടാവട്ടെ. എന്നും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച ആര് പ്രാർത്ഥിക്കണല്ലേ.